ഞങ്ങളെ സിനിമ ഇനിയും കുറേ ആളുകളിലോട്ട് ഇനി എത്താനുണ്ട്. അത് ഓർഗാനിക്കായിട്ട് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവരെ തെറ്റിയിട്ടില്ല. താങ്ക് യു മാത്യു. ആദ്യം തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിങ്ങനെ പടം ഇന്നലെയൊക്കെ വരെ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഷോ കഴിയുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് പടം ഷൂട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഭയങ്കര നല്ലൊരു സിനിമയാണ്. ഭയങ്കര വൃത്തിയായിട്ടുള്ളൊരു സിനിമയായിട്ട് വരും. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇതെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പടം ഇറങ്ങി തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജ്, റിവ്യൂ ഒന്നുമല്ല, എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ എന്താ ഭയങ്കര ആൾക്കാർ ഓരോ ജെന്യൂനായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും നമ്മള്. ഞാൻ നൗഫലിക്കയുടെ അടുത്തും രജനിക്കയുടെ അടുത്തും പിന്നെ ബാക്കിയത് എല്ലാവരോടും പേഴ്സണലി എൻ്റെ താങ്ക് യു. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ കിട്ടുന്ന റെസ്പോൺസിനൊക്കെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. അപ്പോൾ എല്ലാവരും എത്തണം. അപ്പോൾ എല്ലാവരും ഒന്ന് പറയുക നിങ്ങൾക്ക് എന്താ ജെന്യുവൻലി തോന്നി എന്നുള്ളത് എല്ലാവരോടും പറയുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെയും ബോറടിപ്പിക്കില്ല. എൻ്റെ ഈ സംസാരം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിലും സിനിമ ഒരിക്കലും ബോറടിപ്പിക്കില്ല. നീറ്റ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആണ്. ഹൊറർ വർക്ക് ആവുന്നുണ്ട്, ഹ്യൂമർ വർക്ക് ആവുന്നുണ്ട്, ഇമോഷണൽ സൈഡ് പടത്തിന്റെ വർക്ക് ആയിട്ടുണ്ട്, ത്രില്ലിംഗ് ആന്ന് പറഞ്ഞ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അത് വർക്ക് ആവുന്നുണ്ട്. ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ചിലവർക്ക് ചില ഏരിയാസ് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ് എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതി തന്നെയാണ്. ഭയങ്കര ജെന്യൂനായിട്ട് പറയുന്നത്. ഞാൻ അല്ലാണ്ട് എനിക്ക് വന്ന് എല്ലാം വർക്കാണ് അടിപൊളിയാണെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഭയങ്കര ഫ്രം ദി ഹാർട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് നമുക്ക് മെസ്സേജ് വരുന്നത് എല്ലാം തന്നെ. അപ്പോൾ ഒരിക്കലും ഇത് സിനിമ തിയേറ്ററിൽ വന്നെ ആരെയും നിരാശപ്പെടുത്തില്ല, വെറുപ്പിക്കില്ല. ഡീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം രാവിലെ തൊട്ട് ഷോ കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസസ്, ജെന്യുവൻ ആയിട്ടുള്ള കുറേ കോൾസ് വരുന്നു, കുറേ മെസ്സേജസ് വരുന്നു. ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ജെന്യുവൻ ആയിട്ട് വരുന്ന കുറേ അങ്ങനത്തെ അപ്രിസിയേഷൻ. സോ ഞങ്ങൾ ഫുൾ ടീം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഈക്വലി ഹാപ്പിയാണ്. ഈ ഒരു ഡേന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആരും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. കാരണം ഒരു നല്ല മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു സിനിമയാണ്. കുറേ എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാണാത്തവർ കാണാം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിലും ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റിയതിലും ഒക്കെ. ഈ സക്സസ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവർ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ശരിക്കും എല്ലാവരുടെയും ഉള്ളിൽ നിന്നുള്ള വാക്കുകളാണ് പറഞ്ഞേക്കുന്നത്, സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നതെല്ലാം. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിൻ്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താ പറയുക, ഇതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ശരിക്കും അത് OTT വന്ന് നിങ്ങൾ കാണാതെ അതിന് മുമ്പായിട്ട് തന്നെ തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാണാത്തൊരു കുറേ വേഗം കാണണം. കണ്ടവരെല്ലാവരോടും നല്ല അഭിപ്രായങ്ങളുള്ളവർ നമ്മളോട് അറിയിക്കുക, ഇഷ്ടപ്പെടാത്തവർക്കും അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലിയോടും എല്ലാവരോടും ഒരുമിച്ച് പോയി കാണാൻ പറ്റിയ പടമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യും. ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുതെന്ന് ഞാൻ പറയും. ശരിക്കും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും പടം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞങ്ങളാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിന്റെ. അപ്പൊ ആദ്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു ടീം ഭയങ്കര റെയർ ആണെന്ന് പറയാം. അതായത് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇത്രയും എന്താ ഓപ്പൺ ആയിട്ടുള്ള ഡയറക്ടർ തൊട്ട് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് തൊട്ട്
അങ്ങോട്ട് നമ്മുടെ തമിഴ് വിജയ്, നമ്മുടെ അഭിഗൻ ക്യാമറ, നമ്മുടെ റൈറ്റേഴ്സ്, ഇങ്ങനെ ടീം ഭയങ്കര ഭാഗ്യമെന്ന് പറയാം. എക്സാക്ട്ലി, അത് ഭയങ്കര എന്താ ഭാഗ്യമെന്ന് തന്നെ പറയാം. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു, നിങ്ങളാണ് അത് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങളുടെ മ്യൂസിക് ആണെങ്കിൽ പോലും നമുക്ക് വിചാരിക്കുന്ന സാധനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി, എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി. അങ്ങനെ തന്നെ ആൾക്കാർ കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയെന്നുള്ളത് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്ത് സഭയ്ക്ക് കൊടുക്കട്ടെ. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് താങ്ക്സ്, ഈ ഒരു പടത്തിന്റെ ഭാഗമാക്കിയതിൽ ഭയങ്കര താങ്ക്സ്. പിന്നെ റൈറ്റേഴ്സ് ജ്യോതിഷ്, സുനു, എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്, താങ്ക്സ് ഉണ്ട്. ഇത് അതെ, ഞങ്ങൾക്ക് വലിയ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇത്രയധികം ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് പരിചയമില്ലാത്ത പാവങ്ങളായ കുറച്ച് സിനിമാക്കാരാണ്. അപ്പോ നമ്മൾ പറയണേല് പാകപ്പഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് ക്ഷമിച്ചു തന്നേക്കണം. അപ്പം നമ്മള് ഷൂട്ട് നടക്കുന്ന ആ സമയത്ത് തൊട്ട് തന്നെ നമ്മള് ചില സീനുകളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മള് റഫ് എഡിറ്റ് കാണുമ്പോഴും ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഈ പരിപാടി വർക്കാണ് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൽ ഇതാവൂലേ, അങ്ങനെ ആവൂലേ, വർക്ക് ആവൂലേ, അങ്ങനത്തെ ഒരു പരിപാടി, ഒരു കോൺഫിഡൻസ് തന്നെ ആയിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത്. ഇപ്പം അതിന്റെ ഒരു 2 ഇരട്ടിയായിട്ടാണ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷം. ഇതേപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് ആക്ടേഴ്സിനും ഓരോരുത്തരെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ മെസ്സേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ പടം കാണുക. ഇത് ഭയങ്കര ഒരു ഇപ്പൊ നാട്ടിൻ പുറത്തുനിന്നൊക്കെ വരുന്ന മെസ്സേജുകളിൽ അവർ പറയുന്നത് ഭയങ്കര എന്താണ്, ചിരി, തിയേറ്റർ മൊത്തം ചിരി, ഭയങ്കര എന്താ ഹൊറർ പരിപാടികളൊക്കെ വർക്കായിട്ടുണ്ട് അവർക്ക്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയല്ല, വർക്കാവും. അത് അത്രയും ആൾക്കാർക്ക് വർക്കായി സ്ഥിതിക്ക് എന്തായാലും അപ്പൊ എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് പടം കാണുക പ്ലീസ്. OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അത് അതുപോലത്തെ ഒരു സിനിമ അല്ല, തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. കൊടുത്തോട്ടെ. ഒരു പ്രേക്ഷക എന്ന രീതിയിലും ഒരു അഭിനേത്രി എന്ന രീതിയിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. എന്താ പറയുക, ഒരു ആക്ടറിനെ അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ സക്സസ്. അങ്ങനെ കുറച്ച് മൂമെന്റ്സ് എനിക്ക് ഉണ്ടായി. ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ ത്രില്ലടിപ്പിക്കാനും ചിരിപ്പിക്കാനും കുറച്ച് സെന്റിമെന്റലാക്കാനും, ഇവൻ ഞാനും കുറച്ച് സെന്റിമെന്റലായിരുന്നു പടം കഴിയുമ്പോൾ. അപ്പോൾ എല്ലാ ഇമോഷൻസും ഉള്ള ഒരു കുഞ്ഞു വലിയ സിനിമയാണ്. അത് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ഹലോ, എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ധ്യയാണ് ഇപ്പോൾ. കാരണം വേറെ ഒന്നുമല്ല, ഈ പടം എന്നിലോട്ട് എത്തിക്കുന്നത് അഭിലാഷ് ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ്. നമ്മള് ഒരു 10-12 വർഷത്തെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ഒരു കുറവുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ അളിയ ഒരു ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട്, നീ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നായകനാണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ വന്ന് ഈ പടത്തില് നൗഫലൊക്കെ നമ്മളെ കണ്ടു, മീറ്റ് ചെയ്തു, സംഭവങ്ങളൊക്കെ സെറ്റായി. ഈ കോസ്റ്റ്യൂമും ഈ ചെരുപ്പിട്ട് ഈ പറഞ്ഞ നെല്ലിക്കാമ്പോയിൽ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഇട്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് ഒരു ഹിറ്റ് പടത്തിന്റെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു ഫീലാണ്. കാരണം ഞാൻ പറവ മൂവി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു അതേ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമായിരുന്നു എനിക്ക് ഇതിനകത്തും കിട്ടിയത്. അപ്പൊ എനിക്ക് എന്തോ ഒരു ആത്മവിശ്വാസം വരികയും ചെയ്തു. അയ്യോ, ഇത് ഹിറ്റ് ആവാനുള്ള ഒരു ഇത് കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ആ കോസ്റ്റ്യൂമും
ആ ഒരു ചെരുപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്ക് സാധനം ഫീൽ ചെയ്തു. അത് ചെരുപ്പിട്ടേ നടക്കാൻ പറ്റുള്ളൂ, ആ ചെരുപ്പിടാൻ നടക്കൂല, ആ മമ്മി നടക്കൂല. അതുപോലെ തന്നെ ഈ പടത്തിൽ എനിക്ക് ആകെപ്പെട്ടൊരു വിഷമമുണ്ടായത് നൈറ്റ് റൈഡേഴ്സ് ആണ്. അപ്പം മൊത്തം രാത്രി ആയിരിക്കുമല്ലോ ഷൂട്ട്, അങ്ങനെ വെളുപ്പാങ്കാലാണെങ്കിലും. പക്ഷെ എനിക്ക് ഉറക്കം എന്നൊരു സംഭവം അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ ഉറക്കിയിട്ടില്ല ഇല്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ രാത്രി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. അതിപ്പോൾ പുതിയ ഷൂട്ടാണെങ്കിലും ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും ഈ പടത്തിന് റിലീസാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്ന് കണ്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും മെസ്സേജ് അയക്കാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അന്ന് ഉറക്കമൊഴിഞ്ഞതിൻ്റെ ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്ന ഓരോ നല്ല നല്ല മെസ്സേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണുക, ഈ പറഞ്ഞ സാലറി ഞങ്ങൾക്ക് തരിക അല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശങ്കർ, താങ്ക് യു സോ മച്ച് എവ്രിബഡി. ഇവിടെ വന്നേക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പടം ഞങ്ങൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹായ്, താങ്ക് യു എവരിവൺ. ആക്ച്വലി എനിക്ക് അഭിചേട്ടനും നൗഫലിക്കയും കെട്ടിയോളാൻ്റെ മലാക എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ടെക്നീഷ്യൻസിനെ കിട്ടിയതാണ്. അത് ബ്രദർഹുഡ് ബോണ്ടിങ് ആയിരുന്നു. ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നൗഫലിക്ക അത് കഴിഞ്ഞിട്ടും അഭിചേട്ടനും കൂടി വീണ്ടും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഈ സിനിമയിൽ ഭയങ്കര ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോട്ട് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. കെട്ടിയോളാൻ മാലക ഈവൻ അത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്ത സിനിമയാണ്. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സും അത്രയും ഫ്രീഡത്തിൽ തന്നെ വർക്ക് ചെയ്ത സിനിമയാണ്. എൻ്റെ കുതിരക്കാലം എന്ന് പറഞ്ഞ ക്യാരക്ടറും അല്ലെങ്കിൽ എൻ്റെ യക്ഷി യൂണിവേഴ്സിലേക്ക് രണ്ട് കഥാപാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി എൻ്റെ പ്രമേയത്തിലെ യക്ഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ മിന്നൽ മുരളിയിലെ സൂപ്പർ ഹീറോ, ലോകയിലെ കല്യാണിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഈ പടത്തിലായാലും രണ്ട് രസകരമായ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. പിന്നെ ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രീഡം തന്നൊരു സിനിമയാണിത്. അത് ആക്ച്വലി നമ്മൾ മാത്യുവിൻ്റെ ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇത് ആളുകൾക്ക് ഇനി നോട്ടീസ് ചെയ്യും. ഇപ്പോൾ ലോകയിൽ കുറേ ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വന്ന രീതിയിൽ മാത്യുവിൻ്റെ കഥാപാത്രത്തിന് നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ള കോസ്റ്റ്യൂം റെഫറൻസ് പണ്ടത്തെ വിജയ് സിനിമകളുടെ കംപ്ലീറ്റ് അതേപോലെ തന്നെയാണ്. വിജയുടെ നായികനെ പോലെ തന്നെയാണ് ഞാൻ മീനാക്ഷിനെ സെറ്റ് ചെയ്തത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ സിനിമകളിൽ വിജയുടെ എക്സാക്ട് അതേ ലുക്കാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ദെൻ അത് ആളുകൾക്ക് ഇനി കിട്ടിക്കോട്ടെ, ഞാൻ ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ട, എല്ലാവരും കണ്ടുപിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര കൊളാബറേറ്റേഴ്സ് ആയിരുന്നു. ആക്ച്വലി ഞാൻ എന്ത് പുട്ട് ചെയ്താലും അവരത് വെയർ ചെയ്യാനും, ഈവൻ ഒരു പീരീഡ് സെറ്റിംഗ് ഉള്ള മൂവിയാണ്. അന്ന് പ്രോപ്പർലി ഒരു പീരീഡ് പറയാനുള്ള, ബട്ട് അന്ന് നമ്മൾ കണ്ടിട്ടുള്ള പഴയ സിനിമകളിലുള്ള കുറേ നല്ല കഥാപാത്രങ്ങളെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതിനുപരി ഇത്രയും ഐഡിയാസ് ഒക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ പ്രീവിയസ് ഒരു 53 സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ തന്നൊരു പ്രൊഡ്യൂസറിനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ആൻഡ് താങ്ക് യു സജനിക. പിന്നെ എല്ലാവർക്കും പടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്കും എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞ മാതിരി മിന്നൽ മുരളിയും അതേപോലെ നെല്ലിക്കാമ്പൊയിലെ കുതിരക്കാലനും ജ്യോതി ചേച്ചിയൊക്കെ. ആക്ച്വലി നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ മറ്റ് സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടും, ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. എനിവേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും താങ്ക് യു. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് ഒരു സിനിമ സക്സസ് ആയിട്ട് പ്രസ് മീറ്റിന് വിളിക്കാൻ. ഞാൻ 53 സിനിമ ചെയ്തിട്ടുണ്ട്, 53ാമത്തെ സിനിമ വരെ എത്തേണ്ടി വന്നു എന്നെ ഒരു പ്രസ് മീറ്റിൽ വിളിക്കാൻ. താങ്ക് യു സജീവ്, താങ്ക് യു. അവൻ സെറ്റ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇക്ക ഞാനൊരു ഐറ്റം പിടിക്കുന്നുണ്ട്, ഇക്കൊക്കെ ഉറപ്പായിട്ടും വർക്കാവും എന്നാ പറയുന്ന പിടിക്ക് കാണട്ടെ. എന്നിട്ട് ആ ഡബിൾ ഷർട്ടും പരിപാടി 90s വസന്താണ്, ഇക്ക സെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്നെ പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെടാ മെൽവി, അത് വർക്കായിട്ട്. താങ്ക് യു വെൽവിജയ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, കാരണം ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഭയങ്കരമുണ്ട്. അപ്പൊ എന്നെ അങ്ങനെ വെൽവിജയ്, താങ്ക് യു സോ മച്ച് വെൽവിജയ്. താങ്ക് യു.
നേരത്തെ പറഞ്ഞ മാതിരി ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതിന് വലിയൊരു ഉത്തരവാണ് വിക്കി. ഞാനിതിൻ്റെ സൗണ്ട് ഡിസൈനറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നൗഫലിക്കിനെ ഒത്തിരി വർഷമായിട്ട് അറിയാം. സുഡാനി ഫ്രം നൈജീരിയ ആയിരുന്നു എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മൂവി. സോ ഇതിൽ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിക്കില്ല, മച്ചാൻ ഒരു പടമുണ്ട് വരണം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ആക്ച്വലി എനിക്ക് ഒത്തിരി സമയം കിട്ടി. അതാണ് നമുക്ക് അവർ ഇത് ഇങ്ങനൊരു ഇതിലായിട്ട് കൊണ്ടുവരാൻ പറ്റിയത്. ആക്ച്വലി മറ്റേത് ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു 20 ദിവസം പടം അടുത്ത പടം റിലീസാണെന്നാണ് എല്ലാവരും പറയുക. പക്ഷെ ഇതിന് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സമയം തന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നു. പല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ആക്ഷൻ ചേട്ടനായിട്ടായാലും നൗഫലിക്കായിട്ടായാലും നമുക്ക് ഒരുമിച്ചൊരു കുറേ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് എടുക്കാൻ പറ്റി. പിന്നെ മെയിൻലി സജിൻ ഭായ് മിക്സിന് ഒരു നമ്മൾ ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, പിന്നെ അത് മാറും. നമുക്ക് എടാ തീരുമോ ജോലി ഇല്ല, തീരാൻ ഇച്ചിരി ടൈം, കുഴപ്പമില്ല, അത് തീർന്നിട്ട് മതി എൻ്റെ പടം റിലീസ് എന്ന് പറഞ്ഞ് വാക്ക് തരുന്ന ഒരു ആദ്യത്തെ പ്രൊഡ്യൂസറാണ് സജിൻ ഭായ്. അതുപോലെ എല്ലാവരും എൻ്റെ ടീമും എല്ലാവരും ഭയങ്കര, എസ്പെഷ്യലി നമ്മുടെ പടത്തിൻ്റെ മിക്സ് എഞ്ചിനീയർ രാജേട്ടൻ, എം.ആർ. രാജേഷൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. പുള്ളിയും കൂടെ കാരണമാണ് നമ്മുടെ പടം ഇങ്ങനെ ഒരു സൗണ്ടിങ്ങിലേക്ക് വന്നത്. താങ്ക് യു സോ മച്ച്. രാധാകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഇല്ല, പക്ഷെ ചേട്ടനും ബിഗ് താങ്ക്സ് ഫ്രം എവ്രി വൺ. കാരണം ഇത് തിയേറ്ററിൽ എല്ലാവരും സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് കൊണ്ടുവരുന്ന ഒരു ഫീലും അതെങ്ങനെ സൗണ്ട് ഇതിനെ എലവേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ രാജേഷൻ ചേട്ടൻ അത്രയും ഞങ്ങൾക്ക് വേണ്ടി അത്രയും ടൈം മാറ്റി വെച്ച് കുറച്ച് സിനിമകൾ മാറ്റി വെച്ച് ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരാളാണ്. വേറെ ഉണ്ടായിരുന്ന 2-3 നല്ല സിനിമകൾ മാറ്റി വെച്ച് ഇത് അതെ കാന്താര കഴിഞ്ഞ ഉടനെ രാജേട്ടൻ കാന്താര ചെയ്യുന്ന കാന്താര, ഡയസിറെ, പാതിരാത്രി, നമ്മുടെ സിനിമ, ഈ 4 സിനിമകൾ, ഈ 4 ജോണറാണ്. സോ ഡയസിറയുടെ പോലെയല്ല, സോറി വിട്ട സിനിമ ഡ്യൂഡ് വിട്ടു, ഒരു വലിയൊരു തെലുഗു മൂവി ഇട്ടു. അങ്ങനെ 3 സിനിമകൾ വിട്ടിട്ടാണ് നമ്മുടെ ഈ സിനിമയിലേക്ക് പുള്ളി വരുന്നത്. അപ്പോൾ ഡയസിറെ എന്ന് പറയുന്ന സിനിമ എൻറ്റയർലി ഡിഫറെൻറ്റ് സൗണ്ടിങ്, വേറെ തന്നെ സൗണ്ടിങ്. നമ്മളത് കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ടൈപ്പ് പ്ലസ് കുറേ ജംപ് സ്കെയർ സാധനങ്ങളുള്ളൊരു സാധനമാണ്. സോ പുള്ളി അതിന് വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ടൈം എടുത്ത് പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, നമുക്ക് വേണ്ടി പുള്ളിയും വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി വർക്ക് ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ നേട്രേഡേഴ്സ്. സോ അതിൻ്റെ ഒരു എഫേർട്ട്, നമ്മളെടുത്ത എഫേർട്ട് ഇതിനകത്ത് കണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ അത് അക്സെപ്റ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വീടുണ്ടായിരുന്നു, വീണ്ടും എടുത്തിട്ട് കാരണം പുതിയൊരു സാധനം ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. ഓൾസോ എസ്പെഷ്യലി അതിന് ശേഷം അപ്പം അല്ലെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അല്ല അപ്പൊ അതിനുശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ റൊമാൻസ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്ത സിനിമയായിട്ടാണ്, അല്ലെങ്കിൽ ഷൂട്ട് ആ സമയത്തൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് പുതിയൊരു കാര്യം ചെയ്യുന്നത്, അപ്പൊ ഇത് ആൾക്കാർ സ്വീകരിക്കില്ല എന്നുള്ളത്. ഇന്ന് ഈ പടം ഇറങ്ങുന്നവരെ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷെ നൗഫലിക്കയും ഇവരെല്ലാവരും എന്നെ ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസ് തരുമായിരുന്നു. രസമായിട്ട് വന്നിട്ടുണ്ട്, പേടിക്കണ്ട എനിക്ക് നല്ല പേടിക്കരുത്. അപ്പൊ പക്ഷെ അത് ഇന്ന് എനിക്ക് വന്ന മെസ്സേജുകൾ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ റെസ്പോൺസ് കാണുമ്പോഴായാലും എനിക്ക് ആൾക്കാർ സ്വീകരിച്ചല്ലോ. അപ്പൊ അത് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു ടു ദ ഓഡിയൻസ്. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും അത് സ്ക്രീൻ പ്ലേ തന്നെ. എൻ്റെ റൈറ്റർ ഇവിടെ ഉണ്ട്, അവന് ഇരിക്കുന്ന സ്ഥലമില്ലാത്തവരത് അവിടെ മാറി. ഭയങ്കര സ്ക്രിപ്റ്റില് ഞങ്ങൾ കൺസേൺഡ് ആയിരുന്നു. അത് മാക്സിമം ലാഗ് തിരിച്ചറിഞ്ഞ് അത് സ്ക്രിപ്റ്റിലെ ചോപ്പ് ചെയ്തിട്ടാണ് ഒരു വേർഷൻ ഉണ്ടായത്. എന്നാലും ഷൂട്ട് നമ്മളൊരു ഫസ്റ്റ് കട്ട് ആക്ച്വലി ഒരു 2.5 മണിക്കൂറോളം ഉണ്ടായി. പിന്നെ അത് സീൻസ് കളഞ്ഞിട്ടല്ല ആക്ച്വലി 2:05 എത്തിച്ചത്. മാക്സിമം ടൈറ്റ് ചെയ്ത് ഇത് വേണ്ട അത് വേണം എന്നുള്ളൊരു തീരുമാനം പ്രോപ്പറായിട്ട് വെച്ചു. ഒരു ഗ്രാഫ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്, കാരണം ഒരു ലാഗ് ഇല്ലാത്ത, അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. നമ്മളത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്തു തന്നെയാണ്. ഇല്ല, മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട്
മലയാളികൾ കാണട്ടെ എന്ന് വിചാരിച്ചു. അത് ആദ്യം ഇത് കുറെ ഫൈറ്റ് മാസ്റ്റർ പ്ലാൻ ഭയങ്കര ഹെവി ആയിരുന്നു. ഒരു ഭയങ്കര ഹീറോയിക് പരിപാടികളൊക്കെ അങ്ങനെ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ഉറപ്പായിട്ടും നമുക്കറിയാലോ, നമ്മളൊരു എന്താ മാത്യു അടുത്തിരിക്കുന്ന ഞാൻ ഇതാക്കി പറയണമെന്നില്ല, ഒരു സൂപ്പർ സ്റ്റാർ പടമല്ല എന്തായാലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്ന പോലെ മാത്യുവിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നല്ല സിനിമ, എല്ലാവർക്കും എല്ലാ തരത്തിലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമ എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്യുവിനെ കൊണ്ട് കുറെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞു ആ ഓർഗാനിക്കലി കഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികൾ മാത്രമേ ഉള്ളൂ. വളരെ ലേറ്റ് ആണ് ആക്ച്വലി. എനിക്ക് ഞാനിപ്പോ ഈ കഥ കേട്ടപ്പോഴായാലും ഇപ്പൊ റെസ്പോൺസ് വരുമ്പോ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതെല്ലാം വൃത്തിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നമ്മുടെ ഫൈറ്റ് ചെയ്ത കലയ മാസ്റ്ററാണ്. നൗഫലിക്ക രണ്ടുപേരും ചേർന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒട്ടും എന്താ ഓവറും ആവരുത് എന്നാൽ അതിന്റെ ഒരു കറക്റ്റ് അളവിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ അത് അവര് ഓൺ ലൊക്കേഷൻ എടുത്തത് അടിപൊളിയായിരുന്നു. പിന്നെ ഓൾസോ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് സിനിമയോ അല്ലെങ്കിൽ അതിനുപരി ഒരു പേടിയുള്ള ഒരുത്തൻ അവന്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നൊക്കെ അവന്റെ ട്രോമേനെ ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് അവൻ എന്താ പറയാ അതിൽ നിന്ന് ഒരു വളരുമെന്നല്ല, നമ്മള് ഫിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മനുഷ്യനാവുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇത് തുറന്നു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടർ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം ഫേസ് ചെയ്ത് മുന്നേറുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആംഗിള്. അപ്പൊ അതിന് വേണ്ടി വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ പറഞ്ഞ ഓർഗാനിക്കലി വന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മള് ഒരിക്കലും ഒരു ഫൈറ്റ് ഇടാം, മാത്യു ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് മാത്യുവിനെ കൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ വന്നതല്ല. ഇങ്ങനെ ഈ ശ്യാം എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷൻ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഭയങ്കര ഓർഗാനിക്കലി സ്ക്രിപ്റ്റില് അവര് ജ്യോതിഷംസിലും ഒക്കെ എഴുതി അങ്ങനെ വന്ന് പ്ലേസ് ചെയ്ത പരിപാടിയാണ്. മാത്യുവില് ശ്യാം ഇല്ല 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 എനിക്ക് ഇരുട്ട് കുഴപ്പമില്ല. ഹൊറർ പടങ്ങള് പേടിയാ, പക്ഷെ എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും എൻ്റെ ഒരു അംശം ഉണ്ടാവും. ആദ്യമായിട്ടായിരിക്കും. ശരിയാ, ഓർമ്മിപ്പിച്ചാൽ താങ്ക് യു ബ്രോ. ശ്യാം എന്നുള്ള കഥാപാത്രത്തിൽ ഞാനില്ല. അതെ, എല്ലാവരും കൂടെ ഇത് പറഞ്ഞു എനിക്ക് നല്ല പേടിയാവുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരാളല്ല ഞാൻ. സന്തോഷമുണ്ട് ആൾക്കാരത് പറയുമ്പോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞോളെ നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതെ ഞാൻ വേറെ പരിപാടി പിടിച്ചു പൊക്കോളാം. അത്രയും വലിയൊരു ഇതായിട്ട് അയ്യോ ഞാനില്ല അത്രയും പ്ലീസ്. അതെ, അത് കുറെ പേര് ഇപ്പോഴും പറയുന്നു സിനിമ കണ്ടിട്ടും തിയേറ്ററിൽ ആ സോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അത് മ്യൂസിക് ഇപ്പോൾ ഇവരാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈമിലായാലും നമ്മളുടെ ഒരു ടീമിൻ്റെ എനിക്ക് ഫുൾ ക്രെഡിറ്റ്സ് ടീമിനാണ്. നൗഫലിക്കനോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. സുനിചേട്ടൻ, ജ്യോതിഷേട്ടൻ, ഇതിനെല്ലാം ഒപ്പം നിന്ന സജിൻ ചേട്ടൻ, ഇവരെല്ലാവരും കാരണമാണ് നമ്മൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ എന്താണ് പോസിറ്റീവായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ കാണുന്നത് ഇവരുടെ കാരണമാണ്. സോ അതിൻ്റെ കൂടെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആണ്. ധന്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും എനിക്ക് സ്പെഷ്യൽ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ പടത്തിലുണ്ട്. അപ്പോൾ ബിഗ് താങ്ക് യു. എനിക്ക് അവസ്ഥ മനസ്സിലാവും. എനിക്കിപ്പോ സംസാരിക്കാൻ കുറച്ച് സമയം എടുത്ത് ചോദിച്ചാൽ മതി. കുഴപ്പമില്ല ബ്രോ, ചോദിച്ചോ, കുഴപ്പമില്ല.
ഞാൻ ഫൈറ്റ് ചെയ്തത് എത്രമാത്രം ഹെക്റ്റിക് ആണെന്ന് വെച്ചാൽ കുറച്ച് ഹെക്റ്റിക് എന്നല്ല, അതിന്റെ ചില ചെയ്യുമ്പോൾ അതിപ്പോ ഞാൻ മാത്രമല്ല, ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സും അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താലും ഫിസിക്കലായിട്ടുള്ള എന്ത് ആക്ടിവിറ്റി ഒരു സീനിൽ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെല്ലാവരും എടുക്കുന്ന എഫേർട്ട് തന്നെയാണ്, ഞാൻ അങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ അത് വരുമോ എന്നുള്ളതൊക്കെ വരുന്നു. അങ്ങനെ ഒരു സിനിമ വരുവാണ്, അടിപൊളിയാണെങ്കിൽ ചെയ്യാൻ ഉറപ്പായിട്ടും. താങ്ക് യു ബ്രോ. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇതിപ്പോൾ ഒരു വയനാട് അല്ലെങ്കിൽ ഒറ്റപ്പാലം തൊടുപുഴ പോലത്തെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കഥ അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വർക്കാവില്ല എന്നാണ് എൻ്റെ ധാരണ. ആ ധാരണ വെച്ച് ലൊക്കേഷൻസ് കുറേ നോക്കി ഒരുപാട് നടന്നിട്ടാണ് കോയമ്പത്തൂർ കരടിവിഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൊക്കേഷൻ കിട്ടുന്നത്, നമുക്ക് വേണ്ട പോലെ ഒരു ലൊക്കേഷൻ. ആ ഏരിയയിൽ നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്തെടുക്കാൻ ആർട്ട് ഡയറക്ടർ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത പണികളും വളരെ വലുതാണ്. ഒരു മേജർ സെറ്റും പരിപാടിയൊക്കെ അവിടെയായിരുന്നു. ചോദിച്ചാൽ അത് തന്നെയല്ല, ഭയങ്കര അതിനു വേണ്ടി നല്ല പോലെ പണിയെടുത്തിട്ടാണ് ആ ലൊക്കേഷൻസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി കുറേ നടന്നിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൂടെ ആണ് എൻ്റെ ബ്രദർ തന്നെയാണ് എൻ്റെ ആർട്ട് ചെയ്തിട്ടുള്ളത്, നവാബ് എന്ന പേര്. അപ്പോൾ അവർക്കും കൂടെ ഞാൻ ബിഗ് താങ്ക്ഫുൾ ആണ് പരിപാടി അവർ സെറ്റ് ചെയ്തതിൽ. ഓഫ് കോഴ്സ് മെൽവിയും റോണക്സും ചേർന്നിട്ടാണ് അത് രൂപം സെറ്റ് ചെയ്തത്. ആദ്യം ഞങ്ങൾ സ്കെച്ച് ചെയ്തു, പല മോഡൽസ് ഉണ്ടാക്കി, കുറെ ട്രൈ ചെയ്തിട്ടാണ് അതിലും ഒരു ഫൈനൽ രൂപത്തിലോട്ട് എത്തുന്നതും എല്ലാം. അത് കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അത് പ്രോസ്തറ്റിക്സ് ചെയ്തതും റോണക്സും, പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂം കംപ്ലീറ്റ് മെൽവി, അവരുടെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അവർക്കാണ്. ഹലോ. ഇപ്പം നമ്മുടെ ഈ മലയാളത്തില് വർക്ക് ആവല് വളരെ കുറവാണ്. ഇപ്പൊ ഒരു ആകാശഗംഗ, ഒരു രോമാഞ്ചം, അങ്ങനെയൊക്കെ ഇത് ഉള്ളൂ. പക്ഷെ വർക്ക് ആയാലും അത് ഭയങ്കര വലിയ സക്സസ് ആവാറുണ്ട് മലയാള സിനിമയിൽ. പക്ഷെ സർപ്രൈസിംഗ്ലി ഇപ്പം നമ്മുടെ മലയാളത്തിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചില ഹൊറർ കോമഡികളൊക്കെ ഭയങ്കരമായിട്ട് ക്രിട്ടിക്സ് ബാഷ് ചെയ്തിട്ടുണ്ട്. ബോളിവുഡിൽ വരെ ഈ ഹൊറർ കണ്ട കോമഡിയും കോമഡി കണ്ട ഹൊററുമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഓൾറെഡി നേരത്തെ മാത്യു സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് വിമർശനങ്ങളിലൂടെ കൂടി കടന്നു പോവാണല്ലോ. അപ്പോൾ ഇത് പിക്ക് ചെയ്യുമ്പോൾ, ഈ ജോണർ പിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നത്? വിമർശനങ്ങൾ വന്നതിന് മുമ്പാണ് ഞാനിത് പിക്ക് ചെയ്തത്. അപ്പോൾ ഇല്ല, ഞാൻ എല്ലായിടത്തും പറഞ്ഞ പോലെ, നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിച്ച പോലെ, ഇത് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഈ ഒരു ഹൊറർ കോമഡി എന്നുള്ളത് മാത്രം കൊണ്ടല്ല, അല്ലാണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന്റെ ഒരു ജേർണി ഭയങ്കര അടിപൊളിയാണ്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഡെഫിനറ്റ്ലി ഇതിൽ ഹൊററും കോമഡിയൊക്കെ എനിക്ക് വർക്കായി. പക്ഷെ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ ഈ ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷനും അതിന്റെ ഒരു ജേർണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ അത് എനിക്ക് എന്താ, പിന്നെ ഈ പറഞ്ഞ പോലെ ചിരിച്ചു ഞാൻ കുറേ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. ഹൊറർ നമുക്ക് കേൾക്കുമ്പോൾ എന്നുള്ളതാണ്, പക്ഷെ അത് ഡെഫിനറ്റ്ലി അത് ക്രെഡിറ്റ്സ് ടു എഡിറ്റർ നൗഫലിക്കയും അല്ലെങ്കിൽ അഭിചേട്ടൻ, ആ ടെക്നിക്കൽ ടീമിനാണ് ഹൊറർ വർക്കായത്. അവർ കാരണമാണ്. കാരണം അത് എടുത്ത ഫലിപ്പിക്കുന്ന ഒരു കാര്യം. അത് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹൊറർ വർക്കാണെങ്കിൽ അവർ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഷോട്ട് വെക്കണം, അങ്ങനെ അല്ലെങ്കിൽ ടൈമിങ് പ്രോപ്പർ ആയിരുന്നു. അപ്പോൾ ഫുൾ ക്രെഡിറ്റ്സ് ടു ദം. അപ്പോൾ യെസ്, അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഹൊറർ കോമഡി വർക്കാവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് കേട്ടപ്പോൾ അറിയായിരുന്നു ഇതൊരു നല്ല സിനിമയായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നല്ല സിനിമ എടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ പ്രൊമോഷന്റെ സമയത്ത് കാണിച്ചൊരു സത്യസന്ധതയുണ്ട്, ഒരു ആത്മാർത്ഥതയുണ്ട്. അപ്പൊ അത് ഈ കാന്താരയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഒട്ടിക്കലായിരുന്നു. അപ്പം സാധാരണഗതിയിൽ അങ്ങനെ ഒരു സിനിമ മാറ്റുമ്പോൾ പല ടെക്നിക്കൽ കാരണങ്ങളാൽ മാറ്റി എന്നൊക്കെയാണ് അത് പറയുക ഒഫീഷ്യൽ ഭാഷയിൽ. പക്ഷെ ഇവിടെ കാന്താര എന്നൊരു വലിയ പടമുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് മത്സരിക്കാനില്ല എന്ന് അത് വളരെ ജെന്യുവിൻ ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ആ ടാർഗറ്റ് ഓഡിയൻസ് എത്തുക, ഡെഫിനറ്റ്ലി കാന്താരയുടെ ആ ഒരു വലിയ എഫക്റ്റ് കഴിഞ്ഞിട്ട്. ആ ഒരു ഐഡിയ, ആ ജെന്യുവിനിറ്റി ആളുകൾ സ്വീകരിക്കും. അത് എവിടുന്ന ഐഡിയ? അത് അങ്ങനെ നമ്മളെല്ലാവരും നമുക്ക് അങ്ങനെ ജെന്യുവിൻ ആവാൻ പറ്റണതിന്റെ മെയിൻ കോൺഫിഡൻസ് സജിനിലാണ്. സജിനിക്ക് പറഞ്ഞു കാന്താര നന്നായിട്ട് ഓടുന്നുണ്ട്, നമ്മൾ എന്തിനാ വെറുതെ അതിന്റെ തലയിൽ പെടുന്നത്, നമുക്ക് തുറന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ശരി.
അപ്പൊ സഭ അപ്പത്തേക്കും ഒരു ഐഡിയ ഉണ്ടാക്കി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, ആ റീല് ഷൂട്ട് ചെയ്തതിന്റെ ഐഡിയ ഫുൾ സഭയാണ് അതിന്റെ എഴുത്തും ഐഡിയ ഒക്കെ. അപ്പൊ അത് ഇവർക്ക് രണ്ടുപേർക്കാണ് അതിന്റെ ക്രെഡിറ്റ്, സജിനിക്കും സഭയും. ഉണ്ട് കേട്ടോ. അല്ല എല്ലാം നമ്മുടെ ടീമിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ ഫോൾസ് റീസൺസ് പറയുന്നതിനെക്കാട്ടും സത്യസന്ധമായിട്ട് ഇത് തന്നെയായിരുന്നു കാരണം. ഞങ്ങള് ഇപ്പോ എന്താ ചൈത്ര പറഞ്ഞ മാതിരി ഒരു കുഞ്ഞു വലിയ സിനിമയാണ്. അപ്പോൾ അത് ആ കുഞ്ഞു വലിയ സിനിമയ്ക്ക് ശരിക്കും വലിയ വലിയ സിനിമയെ പേടിയുണ്ട്. അപ്പോൾ അറിയാലോ, ഒരു സിനിമ നിലനിൽക്കാൻ വേണ്ട സമയവും കാലവും ഒക്കെ നോക്കി എന്നത് കാലത്ത് ഇറക്കാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ആളുകളോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ പിന്നെ വരാം, അപ്പൊ കാണും. എന്റെ ഐഡിയായിരുന്നു. ഇങ്ങനെ ഇതിനു മുൻപ് തന്നെ ഞാൻ 1-2 ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ അത്രത്തോളം നമ്മൾ ഈ പരിപാടിയിൽ ഇന്നായി കഴിഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ആ പ്രൊമോഷൻ, ആ പരിപാടി അടക്കം നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇതിലോട്ട് എത്രത്തോളം ഇന്നാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന 1-2 ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ റിലീസ് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു സമയത്ത് കാന്താരനെ പേടിച്ച അങ്ങനത്തെ ഒരു പോസ്റ്ററോ അങ്ങനെ അപ്പം എന്റെ മനസ്സിൽ അത് എന്താ ജ്യോതിഷായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അത് റീലായിട്ട് ഇറക്കാന്നുള്ള പോലെ ആയിരുന്നു എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്കുണ്ടായ ഇതാണ്. നൗഫൽക്ക ഒരു രാത്രി വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം. ഞാൻ മുൻപ് ഇങ്ങനെ ഓരോ ഐഡിയകൾ പറയുമായിരുന്നല്ലോ, അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇതിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ അടുത്ത ദിവസം തന്നെ നമ്മള് റോട്ടിലിറങ്ങി പരിപാടി ചെയ്തു. പിന്നെ ബാക്കി മറ്റേ ടൈറ്റിൽ വരുന്നു, എന്താ തെയ്യം വരുന്നു, വേറെ കളർ, ഞാൻ പറഞ്ഞിട്ട് വേറെ സാധനങ്ങൾ വരുന്നത് വീഡിയോ ആയിട്ട് വരുന്നു. അത് മില്യൺ വ്യൂസ്. പിന്നെ ഇവരോട് ഇന്റർവ്യൂ പോകുമ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കും ആരുടെ ആയിരുന്നു, അപ്പൊ ഇവര് സഭ. അപ്പൊ വേറൊരു സഭ അതിന്റെ അത് ഞാൻ പറയാം. കാരണം സഭയുടെ എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റാൻഡ് ഔട്ട് ആകാൻ കാരണം അത് ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് സഭ അഭിനയിക്കുമ്പോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ടപ്പോ രസമുള്ള ക്യാരക്ടറാണ് രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പക്ഷെ ഷൂട്ട് ചെയ്തപ്പോ സഭ ചെയ്യണിട്ട് എനിക്ക് ഭയങ്കര കൊള്ളാലോ, ഇത് ഭയങ്കര രസമുണ്ടല്ലോ ഈ ക്യാരക്ടർ സഭ പിടിക്കുന്ന പരിപാടി. സഭയുടെ എല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ കാരണം സഭ ജെന്യുവൻ ആയിട്ട് അതിനെ പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആവാണ്ട് സഭ അല്ല നൗഫലിക്ക് ഞാനിപ്പോ എന്തിനാ ഇത് ചെയ്യണേ, അത് ക്ലിയർ ആവണം സഭയ്ക്ക്. എന്നിട്ട് അപ്പൊ സഭ ഭയങ്കര ജെന്യുവൻ ആയിട്ട് ആ ക്യാരക്ടറിനോട് ചേർന്ന് നിന്ന് അതിന്റെ പരിപാടി മനസ്സിലാക്കി ചെയ്യുന്നോണ്ടാണ് ഭയങ്കര ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആവുന്നത് സഭയുടെ. സഭ ഇത് പറഞ്ഞ പോലെ ഇറച്ചിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ഈ പറഞ്ഞ പോലെ സഭ ചോദിക്കൂല ഡൗട്ട് കാരണം എന്തിനാ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ സഭയെ നീയാണ് ഹീറോ, നീ അത് ആണല്ലേ, ഓക്കെ. അപ്പുറത്ത് റോഷോട് ഞാൻ റോഷ നീയാണ് ഹീറോ, അങ്ങനെയൊക്കെയാണ്. അതിപ്പോ സഭയായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രവണത സഭക്കും ഇല്ല, അങ്ങനത്തെ ഒരാളുമല്ല സഭ. സഭക്ക് സഭയുടേതായിട്ടുള്ള ചില കൺസേൺസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് സഭനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സഭ ഓർഗാനിക്കലി സഭ ചെയ്യണതെല്ലാം അടിപൊളിയാകും. ഞാൻ സഭയുടെ അടുത്ത് എനിക്ക് ഒരുപാട് ബ്രീഫിന്റെ കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ വാക്കുകൾ കൊണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. സഭ ക്യാമറ ഞാൻ മോണിറ്ററിലിരിക്കുമ്പോൾ സഭ അപ്പുറത്തുണ്ട്. ഇത് സഭക്കും മനസ്സിലാവും എനിക്കും മനസ്സിലാവും. അങ്ങനെയൊക്കെയായിരുന്നു പരിപാടികള്.
തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ കറങ്ങുന്ന ഒരു റീലുണ്ട്. അതായത് ഇപ്പം ദീപാവലിയാണ് കഴിഞ്ഞു പോയത്. ഇപ്പൊ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഒരു ദീപാവലിയിൽ ഒരു വിജയ് സിനിമ വരുന്നതിന്റെ ഒരു ആഘോഷമുണ്ട്, ഒരു വലിയ കയ്യടി, ഒരു അല്ലല്ല ഒരു ആളുകളുടെ ഇടയിൽ ഒരു വിജയ് സിനിമ കാണുന്നതിന്റെ. പിന്നെ ചിലപ്പോൾ പ്രോബബ്ലി അങ്ങനെ ഒരു ആഘോഷം നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും. അപ്പൊ പേഴ്സണലി മാത്യു അതിനെ എത്രമാത്രം മിസ് ചെയ്യും ആസ് ആൻ ആരാധകൻ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ബ്രോ. ഞാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്താ, അപ്പോൾ ഡെഫിനറ്റ്ലി മിസ് ചെയ്യും അങ്ങനത്തെ ഒരു സിനിമ. ഇനി ഒരു സിനിമയും കൂടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വേണ്ടാന്ന് വെച്ച്, സിനിമ വേണ്ടാന്ന് വെച്ച് പോവാന്ന് പറഞ്ഞാൽ, സിനിമ വേണ്ടാന്ന് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അത്രയും വലിയൊരാൾ മാറി നിൽക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനേക്കാളും വലിയ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി വിഷമം ഉണ്ടെങ്കിലും ബെറ്റർ തിങ്സ് വിൽ കം ബൈ ദാറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. പേഴ്സണലി എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയാൻ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാവും. പടം കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപാട് നമുക്ക് അത്തരത്തിൽ ഈ ജംപ് സ്കെയർസ് ഇല്ലാതെ നമുക്ക് കുറെ എലമെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതിപ്പം കുട്ടികൾക്കാണെങ്കിലും വന്ന് കാണുമ്പോൾ അവർക്ക് അത് കംഫർട്ട് ആയിരിക്കും. പ്രതീക്ഷിക്കാതെ വലിയൊരു ഒച്ച വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പേടിക്കാതെ അല്ലാത്ത രീതിയിൽ അത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്റൻഷനൽ ആയിട്ട് ചെയ്തതാണോ അതോ? അതെന്താന്നൊരു ഭയങ്കര ഡീസന്റ് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ ഇനീഷ്യലി അതിലൊരു ഇവന്റെ ട്രോമയിലത്തെ ക്യാരക്ടർ ചോദ്യം എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ജനലിന്റെ പുറത്ത് വന്ന് നിൽക്കുന്ന സീൻ ഷോട്ട് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഞാൻ എഡിറ്ററുടെ ഭാഷ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ചോദ്യത്തിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്യു ആ എമർജൻസി ആയിട്ട് ഇങ്ങനെ വന്ന എമർജൻസിയുടെ ലൈറ്റ് കട്ടായി കഴിയുമ്പോൾ ഈ ചോദ്യയുടെ ഒരു ഷോൾഡർ ഫ്രെയിമിലോട്ട് ഇങ്ങനെ കയറി വരും, എന്നിട്ടാണ് ഫേസ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നോക്കിയതും ഇവളുടെ ഫേസ് വെച്ച് ഭയങ്കര സൗണ്ട് വെച്ച് ഭയങ്കര ഞെട്ടിപ്പിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഓർഗാനിക്കലി ഒരു പരിപാടി കയറി വരട്ടെ എന്നുള്ളൊരു ഇന്റൻഷനലി തന്നെ അങ്ങനെ ചെയ്തതാണ്. ഭയങ്കര ഒന്നും ഓവർ ആവണ്ട, എന്നാൽ എല്ലാവർക്കും ആസ്വാദ്യകരമാവണം. താങ്ക് യു. അപ്പൊ ഒന്ന് നിർത്താം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വലിയ സിനിമയെ OTT-യിലേക്ക് ഒതുക്കാതെ തിയേറ്റർ പടമാക്കി വിജയിപ്പിച്ചു തരണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ റിക്വസ്റ്റ് ചെയ്യാം. ജെന്യുവൻലി നിങ്ങൾക്ക് എന്താ തോന്നിയത് അതൊന്ന് ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളെ ആൾക്കാരായിട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ. നല്ല സിനിമയാണ് ആക്ച്വലി, ഫ്രം ദി ഹാർട്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ തിയേറ്ററിലും അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞിരുന്നതെല്ലാം കേട്ടതിനൊക്കെ ബിഗ് താങ്ക് യു. ഇനിയുള്ള സപ്പോർട്ടിനൊക്കെ ഇപ്പോഴേ ഒരു താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.